ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇപ്പോഴത്തെ ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മുടെ മുടിക്ക് കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഭയങ്കരമായിട്ട് തലയിൽ ചൂടെടുക്കുക, അതേപോലെ തന്നെ മുടി പൊട്ടി പോവാം, മുടി കൊഴിഞ്ഞു പോകാമെന്നുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു താളി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു താളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും അതോടൊപ്പം തന്നെ നമ്മുടെ മുടി വളർച്ച കൂട്ടാനുള്ളതാണ്. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു താളി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കീഴാർനെല്ലിയാണ്. ഇതേപോലെ ഇലയുടെ താഴത്തായിട്ട് ചെറിയ ചെറിയ നെല്ലിക്ക പോലെ കാണുന്ന ഈ ഒരു ഇലയാണ് കീഴാർനെല്ലി എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്, താരൻ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇനി നമുക്ക് നമ്മുടെ മുടിക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് ഈ ഒരു ഇല നമുക്ക് പറിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെമ്പരത്തി പൂവാണ്. ഏത് കളറിലുള്ള ചെമ്പരത്തി പൂവ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെമ്പരത്തി ഇലയാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് കിട്ടുന്നു അതിനനുസരിച്ച് ചെമ്പരത്തിയുടെ ഇല എടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചുവന്നുള്ളിയാണ്. ഇത് നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കും. ഇനി അതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കീഴാർനെല്ലിയും ചുവന്നുള്ളി അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് വെള്ളത്തിന് പകരമായിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഇതിനെ അരച്ചെടുക്കാനായിട്ട് നോക്കുക. കുറച്ച് ലൂസായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ഇനി ഈ ഒരു പാക്കൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. അതിനായിട്ട് ഇതേപോലത്തെ ഒരു ബൗൾ വയ്ക്കുക. അതിലേക്ക് നല്ല വൃത്തിയുള്ളൊരു തുണി വിരിച്ചതിന് ശേഷം ഈ ഒരു താളി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് അരിച്ചെടുക്കാം. ഇതിൽ ചേർത്തിട്ടുള്ള ചെമ്പരത്തിപ്പൂവും അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്തൊക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കും. അതേപോലെ തന്നെയാണ് ചുവന്നുള്ളി. നമ്മുടെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, താരൻ അതേപോലെ തന്നെ മുടിയുടെ വളർച്ചയൊക്കെ നന്നായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഉള്ളി. ഈ ഒരു താളിനെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാട്ടോ നമുക്ക് കിട്ടുക. ഇനി ഈ ഒരു താളി നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ എപ്പോഴും പറയുന്ന പോലെ മുടിയിൽ ജടയൊക്കെ നന്നായിട്ട് കളയാട്ടോ. ആദ്യം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം പല്ലകലുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ട് കളയാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ കുറയ്ക്കാനും അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് കുറച്ച് എണ്ണ നമ്മുടെ സ്കാൽപ്പിലും മുടിയുടെ ലെങ്ത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് മാത്രം എണ്ണ എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടി നമ്മുടെ ഹെയർ ഗ്രോത്തൊക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ദിവസം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ മുടിയുടെ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും. എണ്ണ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മുടിയുടെ ലെങ്ത്തിലും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. പ്രത്യേകമായിട്ട് നമ്മുടെ മുടിയുടെ അറ്റത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അത് നമുക്ക് സ്പ്ലിറ്റൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ഇനി നമുക്ക് ഈ ഒരു പാക്ക് അല്ലെങ്കിൽ താളി എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു എണ്ണ തേച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം ഈ ഒരു താളി തേക്കാനായിട്ടും ശ്രദ്ധിക്കണം. മുടി ഇതേപോലെ ഓരോ സെക്ഷനാക്കി എടുത്തതിന് ശേഷം ഈ ഒരു താളി നമ്മുടെ തലയോട്ടിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പം ഇത് നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു താളി തന്നെ മതി കേട്ടോ. നമുക്ക് ഒന്നെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെയാണോ തല വാഷ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഈ ഒരു താളി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു താളിയാണിത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ താളി ഉപയോഗിച്ച് കുളിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു മാറ്റം കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ഒരു താളി തന്നെ വേണമെന്നില്ല. നമുക്ക് സാധാരണ ചെമ്പരത്തി പൂവും അതേപോലെ തന്നെ അതിൻ്റെ ഇല വെച്ചിട്ടുള്ളതായാലും മതി. നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുടിയുടെ വളർച്ച കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും. ഇനി ഈ ഒരു താളി എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്.
പാക്കൊക്കെ തേച്ച് കഴുകി കളഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടത്. നന്നായിട്ട് തന്നെ നമ്മുടെ മുടി സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും മുടി വളർച്ചയൊക്കെ പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ടും താരൻ്റെ പ്രശ്നമുള്ളവരാണ്, ഇനി മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പുതിയ പുതിയ മുടികൾ കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം ഒരു താളിയാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു താളി ഉപയോഗിച്ചതിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴെയായിട്ട് ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക.